നമസ്കാരം, സെല്ലുലോയിഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുമാലി ആൻഡ് ജെ സ്റ്റലാർ ഓൺ സെല്ലുലോയിഡ്. സാമ്പാറിൻ്റെ കാര്യത്തിലേക്ക് വരട്ടെ കേട്ടോ. വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കത് പറയുന്നത് കേൾക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ ഡബിൾ ഓൺടാൻട്രേ? അത് ഫ്രഞ്ച് ആണോ ആ വേർഡ്? ഡബിൾ ഓൺടാൻട്രേ ഇംഗ്ലീഷ് ടേം ആണ്. ഇംഗ്ലീഷ് എനിക്കറിയാം, ഞാൻ ഇംഗ്ലീഷിൽ കേട്ടുള്ളത്. ശരിക്കും ഫ്രഞ്ച് ആണെന്ന് തോന്നുന്നു. ഡബിൾ ഓൺടാൻട്രേ ഈസ് ലൈക്ക് ഒരു കാര്യം പറയുന്നു, അത് വിസിബിളി ഒരു മെസ്സേജ് കാണും, ഒരു മീനിങ് കാണും, പക്ഷെ അതിന്റെ അകത്ത് വേറൊരു മീനിങ് ആണ്. ഒരു ദ്വയാർത്ഥം നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. അതെ, നമ്മൾ ദ്വയാർത്ഥം എന്ന് പറഞ്ഞാൽ മലയാളികൾ എല്ലാവരും വേറൊരു രീതിയിൽ അതിനെ അതല്ല, ഇത് ഒരു സെക്കൻഡ് ലെയർ ഓഫ് മീനിങ് ഉള്ള അതിനാണ്. ഇതിന്റെ ട്രിപ്പിൾ ഓൺടാൻട്രേസ് വരെ ഉണ്ട്, മൂന്നർത്ഥങ്ങളൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ ട്രിപ്പിൾ, അത് അങ്ങനെയൊക്കെ കുറെ ലേയേഴ്സ് ഉണ്ട്. സാമ്പാർ ഓൾ സോങ് തന്നെ ഡബിൾ ഓൺടാൻട്രേ ആണ്. സാമ്പാർ എന്നുള്ള ടൈറ്റിൽ തന്നെ സാമ്പാർ എന്ന് കേൾക്കുമ്പോൾ ജനറലി സ്പീക്കിംഗ് അതൊരു സാമ്പാർ, നമ്മുടെ സ്ഥിരം നമ്മുടെ മലയാളികളുടെ സാമ്പാർ. പക്ഷെ അതിന്റെ ഇൻസൈഡ് മീനിങ് സം ബാർസ് എന്നാണ്. സം ബാർസ്, കുറച്ച് ലിറിക്സ്. അതാണ് അതിന്റെ ടൈറ്റിൽ തൊട്ട് തന്നെ ഡബിൾ ഓൺടാൻട്രേ ആണ്. ഇത് എന്റെ സദ്യ ഞാൻ വിളമ്പുന്നത് സാമ്പാർ, ഇവിടെ എല്ലാവർക്കും വേണ്ടത് ഓലൻ തോരൻ അവിയൽ, അരിവെക്കാൻ പോയിട്ടുണ്ട് അരിക്കാലം അടുപ്പിൽ, അടുപ്പത്തിട്ടിളക്കുമ്പോൾ അടിത്തട്ടിൽ തിളയ്ക്കും, അടിത്തട്ടിൽ തിളയ്ക്കും, അടിത്തട്ടിൽ തിളയ്ക്കും, അടുപ്പത്തിട്ടിളക്കുമ്പോൾ അടിത്തട്ടിൽ തിളയ്ക്കും. അതന്നെ, അടുപ്പത്തിട്ടിളക്കുമ്പോൾ അടുത്തിട്ട് തിളയ്ക്കുന്നത് ജനറലി സ്പീക്കിംഗ് സാമ്പാറാണ്. പക്ഷെ ആസ് എ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് ഞാൻ മീൻ ചെയ്തത് അടിത്തട്ടിൽ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ, അതായത് അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾക്ക് വരെ നമ്മൾ സം ബാർസ് കൊടുക്കുമ്പോൾ നമ്മുടെ ബാർസ് കേട്ടിട്ട് അടിത്തട്ടിലുള്ള ആൾക്കാർ വരെ തിളയ്ക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ഡബിൾ മീനിങ് അതിനകത്ത് വരുന്നുണ്ട്. വേറെ ആർട്ടിസ്റ്റുകൾ ഇതുപോലെ ഡബിൾ ഓൺടാൻട്രേ തന്നിട്ടുണ്ടോ? പിന്നെ ഡബിൾ ഓൺടാൻട്രേ എനിക്ക് തോന്നുന്നത് മോസ്റ്റ് റീസെന്റ് ഞാൻ ശ്രദ്ധിച്ചത് വേടനാണ്. വേടന്റെ ഒരു പാട്ടിൽ ഉണ്ട്, ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞേ, കല്ല് കൊണ്ടെന്റെ മുഖം മുറിഞ്ഞേ, ആ കല്ല് പെറുക്കി ഞാൻ പാത വിരിക്കുമ്പോൾ വില്ലുവണ്ടിയേറി പോകുന്ന എന്റെ തലപ്പാവിന് എന്ത് തിളക്കം. അങ്ങനെ ഒരു വേർഡ് പ്ലേ, ഒരു സാധനം വരുന്നുണ്ട്. ബേസിക്കലി സെയിങ് വേടന്റെ കരിയർ ഒന്ന് താന്നിട്ട് വേടന്റെ റിട്ടേൺ പോലെയാണ് അവൻ എഴുതിയേക്കുന്നത്. പക്ഷെ നമ്മൾ ഒന്നും കൂടി ആലോചിച്ച് നോക്കാത്തത് മറ്റേ മഹാത്മാ അയ്യങ്കാളിനെയാണ് അവൻ, മഹാത്മാ അയ്യങ്കാളി ആയിട്ടാണ് അവനെ സമീകരിച്ചിരിക്കുന്നത്. മഹാത്മാ അയ്യങ്കാളി വരുന്ന പോലെയാണ് അവൻ തിരിച്ചു വരുന്നത് എന്നൊക്കെയുള്ള ഒരു മീനിങ് അതിൻ്റെ അകത്തുണ്ട്, മീനിങ് ഉണ്ട്. അങ്ങനെ കുറേ പേര് എഴുതുന്നുണ്ട്, പെട്ടെന്ന് ഓർത്താൽ കിട്ടത്തില്ല, കുറേ ആൾക്കാർ ഇങ്ങനെ എഴുതുന്നുണ്ട്. ജെ ഒരു പാട്ട് ഒരുക്കുമ്പോൾ എന്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ലൈക്ക് ഒരു ബീറ്റാണോ അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻ ആണോ? എന്തിൽ ശ്രദ്ധ കൊടുക്കാനാ? വാട്ട് യു ലൈക്ക്? നല്ല ചോദ്യം അത് ചോദിക്കാറില്ല അങ്ങനെ ഒരു ചോദ്യം. പാട്ട് ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് പാട്ട്, റാപ്പ് പാട്ടുകൾ ചെയ്യുമ്പോഴേക്കും ഞാൻ പേഴ്സണലി നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ക്യാച്ച് ആയിട്ടുള്ളൊരു ഗ്രൂവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ്. ഞാൻ കുറച്ച് റിതമിക്കലി ചിന്തിക്കുന്ന ആളാണ് ഹിപ്പ് ഹോപ്പ് പാട്ടുകളുടെ കേസ് വരുമ്പോഴേക്കും. സോ എൻ്റെ എപ്പോഴും ഇനിഷ്യൽസ് ചെയ്യുന്ന പറയുന്നത് ബീറ്റിൻ്റെ ഗ്രൂവ് എങ്ങനെ പോകണം, ഏത് സ്പീഡിൽ പോകണം, ഏത് പാറ്റേണിൽ പോകണം എന്നുള്ളതാണ്. എന്നിട്ടാണ് ഞാൻ അതിനകത്തോട്ട് മെലഡി വരുന്നത്. തിരിച്ചും ചെയ്യാറുണ്ട്, പക്ഷേ തിരുമാലിയോടെ വർക്ക് ചെയ്യുമ്പോഴെല്ലാം അല്ലേ നമ്മൾ ഇനിഷ്യലി തന്നെ സ്ട്രക്ചറാണ് പാട്ടിന് ഉണ്ടാക്കുന്നത്. എന്തിവിടെ വരണം, എത്ര നേരം ഇൻട്രോ ഉണ്ട്, അത് കഴിഞ്ഞ് എത്ര സമയം റാപ്പ് പോകുന്നു, അതിനുശേഷം എന്താണ് പോർഷൻ വരുന്നത്. അപ്പം ഒരു 3 മിനിറ്റ് പാട്ടിന് 20, 30, 40, 45 സെക്കൻഡായിട്ട് നമ്മളിങ്ങനെ സ്ട്രക്ചറായിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ടാണ് പിന്നെ ആലോചിക്കുന്നത് എന്ത് സാമ്പിൾ ആദ്യം പ്രിപ്പയർ ചെയ്തിട്ടാണ് പിന്നെ നിങ്ങൾ. അതെ. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുള്ളൂ, പ്രോസസ് ആകുമ്പോൾ ഡബിൾ കീബോർഡിൽ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും മെഷീനെ പോലെ. നമ്മൾ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല, നമ്മൾ പിന്നെ വേറൊരു ഹൈ ഫോക്കസ്ഡ് ആയിട്ടൊരു സോണിനകത്താണ്. അതെല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നോളും ഈ പരിപാടികളെല്ലാം അവിടെ ഇരിക്കുമ്പോൾ. സോ ആദ്യം സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് സ്ട്രക്ചറിനകത്താണ് ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. എത്ര നേരം എടുക്കും? 5 മിനിറ്റിലും 10 മിനിറ്റിലും ഉണ്ടാക്കിയ പാട്ട്. ഈ പാട്ടൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിന്റെ സ്ട്രക്ചർ നോൺസെൻസിന്റെ പാട്ട്. പച്ചപ്പരിഷ്കാരി, ആക്ച്വലി പച്ചപ്പരിഷ്കാരി, ലെഗസി, കവലട്ടോക്ക് 4-5 പാട്ട് ഞങ്ങൾ ഒരു ദിവസം ഒറ്റ ദിവസം ഒരു 2-3 മണിക്കൂറിനകത്തിരുന്ന് ഉണ്ടാക്കിയ പാട്ടുകളാണ്. പച്ചപ്പരിഷ്കാരിയുടെ കൂടെ 3-4 പാട്ട്. അതെല്ലാം പച്ചപ്പരിഷ്കാരി 2-3 മണിക്കൂറിൽ ഉണ്ടാക്കിയ പാട്ട്. അരമണിക്കൂർ 4 മണിക്കൂറിൽ 4 പാട്ട് ചെയ്തു ഞങ്ങൾ. അതിനകത്തൊരു പാട്ടാണ് പച്ചപ്പരിഷ്കാരി. അതാണ് ആ ഒരു സോണിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഫോമിലാണ് ഇപ്പം എന്തായാലും. നമ്മള് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഇരിക്കുവാണെങ്കിൽ ആ സോണിലോട്ട് ആവാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നതല്ല, എപ്പോഴും ടു ബി ഇൻ ദാറ്റ് സോൺ. എന്ത് ചെയ്യും അതിന്? ടു ബി പെർസിസ്റ്റന്റ് ആയിട്ട് ആ സോണിൽ തന്നെ ഇരിക്കാൻ. ബിക്കോസ് ക്രിയേറ്റിവിറ്റി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നത്
ഇപ്പൊ ഞാനിപ്പോ എനിക്കിപ്പം ജയസൂര്യായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ നമ്മളൊരു ബോണ്ടിങ് ഉണ്ട്. ആ ബോണ്ടിങ്ങിൽ പെട്ടെന്ന് വരും. ആ ഒരു ഞങ്ങൾ രണ്ടുപേരുടെ ക്രിയേറ്റീവ് ബോണ്ടിങ് എന്നൊരു സംഭവം ഉണ്ട്. അപ്പോഴാണ് ഇത് പെട്ടെന്നൊരു സാധനം ഇങ്ങനെ സ്പാർക്ക് ചെയ്യും. അതാണ് ഈസി പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഓക്കെ, എനിക്കത് മനസ്സിലാക്കാം. നിങ്ങളുടെ ഇടയിൽ നല്ലൊരു ബോണ്ടുണ്ട്. ക്രിയേറ്റിവിറ്റി വരാനായിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ മനസമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനകത്ത് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സ്ട്രെസ്സും എന്തെങ്കിലും പ്രശ്നങ്ങളും കാണും. അതാണ് ലൈഫ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റി, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ലൈക്ക് വാട്ട് എവർ ബാഡ് ഹാപ്പൻസ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. നമ്മൾ നമ്മുടെ വർക്കായിട്ട് തന്നെ ചെയ്യുക. അതൊരു കഠിനമായ പരിശ്രമമാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആലോചിച്ചു, ഒരു ദിവസം നമ്മുടെ മൂഡ് ഓഫ് ആണെന്ന് വിചാരിച്ച് നമുക്കൊരു സാധനം ചെയ്യാതിരിക്കാൻ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റാതിരിക്കരുത്. അതെ അതെ അതെ. ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം കൂടി ജയനോട് ചോദിച്ചോട്ടെ. ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഇറക്കുന്നതിന്റെ ഒരു ചലഞ്ചിനെ പറ്റി നമ്മൾ സംസാരിച്ചതിന്റെ ഭയങ്കരമായിട്ട് പൈസ മുടക്കുന്നുണ്ട്, ഭയങ്കര റിസ്കിയാണിത്. കാരണം ഇൻഡിപെൻഡന്റ് മറ്റേ മലയാളം സിനിമകളും കൂടെയാണ്. മൂവി പ്രൊഡക്ഷൻ്റെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻ ഒന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയ ട്രാക്കിൽ കൂടെ സഞ്ചരിക്കുന്നവരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സർവൈവൽ സ്ട്രാറ്റജീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആദ്യമൊക്കെ ഇത് ഇറക്കുമ്പോൾ? ആദ്യം ഒരു സ്ട്രാറ്റജി ഇല്ലായിരുന്നു. ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഞാനൊരു സിനിമയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ചെയ്ത് തുടങ്ങുന്നു, സിനിമയുടെ ഓഫർ വരുന്നു. സിനിമയുടെ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ്. ആ ബിസിനസ്സേ ഡിഫറെന്റ് ആണ്. സിനിമ ആക്ടേഴ്സ്, കഥ, അതാണ് മെയിൻ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പക്ഷെ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വർക്ക് ചെയ്യുക, അത് വർക്ക്. ഇപ്പൊ പാട്ട് വർക്കായ സിനിമ വർക്കാവും, സിനിമ വർക്കാകുമ്പോൾ പാട്ട് വർക്ക്, ഇങ്ങനെ പോകും. നമ്മുടെ ഇൻഡിപെൻഡന്റ് പാട്ടിനകത്ത് ഒന്നുമില്ല. ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ. ആർട്ടിസ്റ്റും നമ്മുടെ പാട്ടും മാത്രമാണ്. ഒരു മൂഡും ഒക്കെ ഉണ്ട്, ഒരു മൂഡും സാധനങ്ങളുണ്ട്. പക്ഷെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ വേറെ മൾട്ടിപ്പിൾ അവന്യൂസ് ഇല്ല. ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ പാട്ട് വർക്ക് ആവണം, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം വർക്ക് ആവണം. ഇതിലെ പ്രശ്നം, ഒരു ദിവസം ലക്ഷക്കണക്കിന് പാട്ടുകളാണ് ഇറങ്ങുന്നത്. അപ്പൊ ആൾക്കാർക്ക് എന്ത് കേൾക്കണം, എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആണ് റീൽസ് ഒക്കെ കണ്ട്, അല്ലേ? അപ്പോ എന്ത് കേൾക്കണം, ഏതിലോട്ട് ഫോക്കസ് ചെയ്യണം, അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പാട്ട് കേൾക്കാൻ അവർക്ക് തോന്നുന്നുണ്ടേ. അതിന് നമുക്ക് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ പാട്ട്, നമ്മൾ ഇറക്കിയ പല പാട്ടുകൾ ആൾക്കാർ കേട്ടിട്ടുമില്ല. ചിലത് ഞങ്ങൾ ഒരുപാട് ആൾക്കാരിലോട്ട് എത്തുന്നു വിചാരിച്ചിട്ടും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ബാക്ക് ടു ബാക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. അതെ അതെ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു മൂവി ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് ഒരു ഇരിക്കുന്ന പോലെ അല്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആ പ്രോസസ്സിലാണ്. ബിക്കോസ് നിങ്ങൾക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ മതി പാട്ടുണ്ടാക്കാൻ. ഞാൻ പിന്നെ അത് വീണ്ടും ആലോചിച്ചു. നിങ്ങൾ കഷ്ടപ്പെട്ട് ഇറക്കിയിട്ട് അത്രയും ആളുകളിലേക്ക് എത്താതെ പോയ പാട്ടുകളൊക്കെ ഉണ്ടോ? ആൾക്കാരിലോട്ട് എത്തി, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അത് എത്തിയില്ല. ഞങ്ങൾ അത്ര എഫേർട്ട് ഇട്ടിട്ട് എത്താത്ത 2 പാട്ടുകളുണ്ട്. 2 പാട്ടുകൾ ഏതൊക്കെയാണ്? വന്നിട്ട് കവലാട്ടോക്ക് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. ശരി. അതില് എഫേർട്ട് എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ ഞാനൊരു സിനിമ സെറ്റിൽ എന്താ നടക്കുന്നത് അനുഭവിച്ചെന്ന്. ഒരു സ്റ്റണ്ട് ചെയ്തു, ഡാൻസ് ചെയ്തു, വേറൊരു സാധനമായിരുന്നു. ഒരു 2 ദിവസം മെനക്കെട്ട് അഭിനയിച്ച് നല്ല കഷ്ടപ്പെട്ട സാധനമായിരുന്നു. പക്ഷെ അത് ആരും കണ്ടിട്ടില്ല. അത് പല കാരണങ്ങൾ കൊണ്ട് അത് റിലീസിന്റെ സ്ട്രാറ്റജി കുറച്ച്, മാർക്കറ്റിംഗ് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് അത് കറക്റ്റ് ആൾക്കാരിലോട്ട് എത്തിയില്ല. ഓക്കെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ പഠിച്ചത്? കവലാട്ടോക്ക് ഒന്ന് പാടുമോ നോക്കട്ടെ, ഞാനൊന്ന് ജഡ്ജ് ചെയ്യട്ടെ എന്താണ് ഇപ്പൊ സംഭവിച്ചത്. ഇത് പടപ്പ് കുത്ത് റാപ്പ് മുണ്ട് മടക്കി കുത്തി ഡാബ്, നിങ്ങൾ തുടക്കം തൊട്ടേ ബൗൺസ് 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 കസം ബാക്ക്, തൊലി പുറത്ത് നിറം ബ്രൗണ് പക്ഷെ അകത്ത് നിറം ബ്ലാക്ക്, കൈ അടിക്കും നിങ്ങൾ ക്ലാപ്പ് ക്ലാപ്പ് കൈ അടിക്കണം. അങ്ങനെയൊക്കെ ഒരു പാട്ടാണത്. സാധനമായിരുന്നു. പക്ഷെ അത് ചെയ്ത ഫോട്ടോ സ്ട്രീമിംഗ് ഉണ്ട്. ഐ മീൻ സ്പോട്ടിഫൈ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ അത് ആൾക്കാർ കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല പാട്ട് പോകേണ്ടത്. അതിന്റെ വീഡിയോ എല്ലാം വെച്ച് ഇറങ്ങിയ കംപ്ലീറ്റ് പാക്കേജ് ആണ്. പക്ഷേ ഡു യു തിങ്ക് ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട്, ഒരു 1 or 2 years കഴിഞ്ഞിട്ടാണെങ്കിലും ഡെഫിനറ്റ്ലി ഉണ്ട്, അങ്ങനെ പിക്കപ്പ് ആയി വരുവേ? നമ്മളിത് ഒരു പ്രശ്നമായിട്ട് പറയുന്നതല്ല, പക്ഷെ നമുക്കറിയാലോ നമ്മൾ 100% എഫർട്ട് ഇടും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സാധനവും കറക്റ്റ് ആയിട്ട് ഓടണം. വേറെ പാട്ട് ഏതായിരുന്നു? തെറിച്ചോ പാട്ടുണ്ട്. അത് കുറച്ച് വീഡിയോ നമ്മൾ വയലൻസും കുറച്ച് ഗോർ കണ്ടന്റ് ആണ്. കുറച്ച് ഭയങ്കര ഞങ്ങൾ ചെയ്യാത്ത ബ്ലഡ് ഷെഡ് ഒക്കെ ഉള്ള ഒരു വീഡിയോ, ഡാർക്ക് വീഡിയോ ആണ്. അപ്പൊ അത് യൂട്യൂബ് ഗൈഡ് ലൈൻസിനെതിരായിരുന്നു. യൂട്യൂബ് തന്നെ ഒന്ന് ബാൻ ചെയ്തു. അപ്പൊ നമുക്കിത് അറിയില്ല ഇതിങ്ങനെ ഇത്രയും പ്രശ്നമാണെന്ന്. അയ്യോ, പാപ്പയെ അറിഞ്ഞു വേണ്ടേ കളിക്കാൻ, ചിന്തിച്ചില്ല. വീഡിയോ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. ഇത് അഗൈൻ കുറച്ച് വയലൻസ് ഉണ്ട് വീഡിയോയിൽ. അത് ഭയങ്കര ഒരു സ്ട്രീമിംഗ് നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ വീഡിയോ നമ്മൾ ആൾക്കാരിലോട്ട് എത്തണമെന്ന് വിചാരിച്ചാണ് അങ്ങനത്തെ ഒരു കണ്ടന്റ്. പക്ഷെ അത് എത്തിയില്ല. യൂട്യൂബ് സഹകരിച്ചില്ലെങ്കിൽ പിന്നെ ഈ സാധനം സെല്ല് ചെയ്യാൻ പിന്നെ വേറെന്താ വഴി? വേറെ വഴിയില്ല. മൈ ഗോഡ്.
നമ്മുടെ കളികളെല്ലാം ഡിജിറ്റൽ ഈ കമ്പനീസിന്റെ ഇതിലാണ് ഇതെല്ലാം നടക്കുന്നത്. സ്പോട്ടിഫൈ ആണെങ്കിൽ പ്ലാറ്റ്ഫോംസ് ആണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം സപ്പോർട്ട് ഇല്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ ഗൈഡ് ലൈൻസ് ഒന്നും വായിക്കാതെയാണോ ഈ പരിപാടി? ഇനി വായിക്കും ഇനി ഞങ്ങൾ വായിക്കും. അത് ഞങ്ങൾ മനസ്സിലാക്കി. 1-2 പ്രാവശ്യം കിട്ടി. ഭയങ്കര ഫീലായി കാണുമല്ലോ. ആ വീഡിയോ ഇപ്പൊ എവിടെ? അവൈലബിൾ ആണ്. പക്ഷെ അത് യൂട്യൂബിലുണ്ട്. നമുക്കത് യാതൊരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാൻ യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസിനെതിരാ. ഉറങ്ങി കിടക്കാണ്. എന്ത് സെർച്ച് ചെയ്താ കിട്ടും? ഒന്ന് പറഞ്ഞു കൊടുക്ക്. തെറിച്ചോ മലയാളം റാപ്പ്. ചെകിടില് മുഷ്ടി പതിച്ചാൽ നീ അത് സഹിച്ചോ, ഇടിയില് ചോര തെറിച്ചാൽ നീ അത് തുടച്ചോ, പിടിവലിയാക്കം കൂട്ടിയാൽ തറയിൽ പതിച്ചോ, ഞൊടിയില് ജീവൻ നീലച്ചാൽ കുഴിയിൽ മറച്ചോ. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു, ഞാനും മറന്നുപോയി. കുറച്ച് വയലൻസ് ആണ്. വയലൻസും അതിനുവേണ്ടി സ്റ്റണ്ട് മറ്റേതിന് വേണ്ടിട്ടായിരുന്നു അല്ലേ? സ്റ്റണ്ട് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ? അടിപൊളിയായിരുന്നു. വീഡിയോ നിങ്ങൾ നല്ല രസമുള്ള വീഡിയോ ആണ്. തിരു ഷൂട്ടിംഗ് പ്രോസസ് എൻജോയ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നല്ലേ? പിന്നെ ഒരുപാട് ശരിക്കും കാണാനുണ്ട്. ആറ്റിറ്റ്യൂഡിലും സാഗിലും ഒക്കെ. പച്ചപ്പരിഷ്കാരിലൊക്കെ അടിപൊളിയായിരുന്നു ആ വരവും. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടം. മ്യൂസിക് കഴിഞ്ഞാൽ എനിക്ക് അഭിനയം, സിനിമ, അഭിനയം, ഡയറക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധ. അതിലെനിക്ക് അഭിനയമാണ് എനിക്ക് വഴങ്ങുന്ന ഒരു പരിപാടി. ഡയറക്ഷൻ ഇഷ്ടമുണ്ടെന്നുള്ളൂ, അത് കുറച്ച് ഹെവി ടാസ്ക്, അങ്ങോട്ട് ഞാൻ അധികം പോയിട്ടില്ല. പക്ഷെ മ്യൂസിക് കഴിഞ്ഞാൽ എനിക്ക് അഭിനയമാണ്, ആക്ടിങ് ഇഷ്ടം. കുലസ്ത്രീയില് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ഒരു കോസ്റ്റ്യൂം ഒക്കെ എന്ന് പറഞ്ഞാൽ സാരി ഒക്കെ പോലത്തെ ഒരു സാധനം. രാജാവാണ്. രാജാവ് അത്രേ വെച്ച്, രാജാവ് ചെറിയൊരു സാധനമല്ലേ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഇടുന്നത്. ഇതൊരു സാരി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആറ്റിറ്റ്യൂഡ് സ്വാഗ് ഒക്കെ വേറെ ലെവലായിരുന്നു അതിൻ്റെ അകത്ത്. അതുപോലെ വിഷ്വലിയും അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അത് ട്രീറ്റ് ചെയ്തു. പെണ്ണുങ്ങളാണെങ്കിലും ഇതേ വെരി സെക്സി അതിൻ്റെ അകത്ത്. കുലസ്ത്രീ എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല ആ പെണ്ണുങ്ങളൊന്നും. ഓക്കെ, ബട്ട് വെരി നൈസ്. എങ്ങനെ ലൈക്ക് ഐ വോണ്ടഡ് ടു നോ എത്രത്തോളം അത് എൻജോയ് ചെയ്തു ആ പ്രോസസ്? ആൻഡ് ഷൂട്ടിങ് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇപ്പൊ കറന്റ് ഞാനൊരു പാട്ട് എഴുതിയാൽ തന്നെ അതിന്റെ വിഷ്വൽ തന്നെ എങ്ങനെ വരണം എന്ന് മനസ്സിലായി. വിഷ്വൽ അത് സോറി ഞാൻ ചോദ്യം മാറിപ്പോയി. ആരാ വിഷ്വൽ ക്രിയേറ്റ് ചെയ്ത എന്റെ ഒരു മാനിഷാദ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മനു ഹസൻ എന്നൊക്കെ പറഞ്ഞൊരു ടീം, കൊച്ചി തന്നെയുള്ള ടീം തന്നെയാണ്. ഇതിലൊക്കെ നമ്മളൊരു ഇൻപുട്സ് കൊടുക്കും. ഇങ്ങനെയാണ് ട്രാക്ക്, ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ കൊടുക്കും. വിഷ്വൽ മീൻസ് നമ്മുടെ ട്രാക്കിന്റെ കോൺസെപ്റ്റ് ഇതാണ്, ഇങ്ങനെ ഒരു സംഭവമാണ് ഇതിൽ വരേണ്ടത്. അപ്പോൾ അത് വെച്ച് അവർ പിന്നെ അവരുടേതായ രീതിയിലുള്ള അവരുടെ ഇൻപുട്സ് വരുന്നു. അങ്ങനെ ഒരു അങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു റേഞ്ചിൽ നിൽക്കണമല്ലോ. ഇപ്പൊ വിഷ്വൽ ക്രിയേറ്റേഴ്സ് നിങ്ങളൊരു പുതിയൊരു സാധനമാണ് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ആ പാട്ടിന്റെ റേഞ്ചിൽ വിഷ്വൽസ് നിൽക്കണം, അതുപോലെ സ്റ്റൈല് നിൽക്കണം. എല്ലാം നിന്നാൽ മാത്രമേ അതിന്റെ ഒരു തിളപ്പങ്ങോട്ട് ഏക്കുള്ളൂ ആൾക്കാർക്ക്. അപ്പൊ അത്രയും നിൽക്കുന്ന രീതിയിൽ ബാക്കിയുള്ളവരും എല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊപ്പം, വിച്ച് ഇസ് നൈസ്. നിങ്ങളാണോ അതിനുള്ള ഇൻസ്പിറേഷൻ കൊടുക്കുന്നത്? കൃത്യമായിട്ട് ധാരണ ഉണ്ടാവാറുണ്ടോ കോസ്റ്റ്യൂംസ് ഇങ്ങനെ വേണം? ജയ്ക്ക് ഉണ്ടാവാറുണ്ടോ? കോസ്റ്റ്യൂംസിന്റെ കാര്യത്തിലില്ല, പക്ഷെ വീഡിയോയുടെ കാര്യത്തിൽ നമുക്കൊരു ഐഡിയ എപ്പോഴും ഉണ്ട്. വീഡിയോയുടെ നമുക്കൊരു ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ട്. കാരണം നമ്മളും ഒരുപാട് മ്യൂസിക് വീഡിയോ കാണുന്ന ആൾക്കാരാണ്, ഇന്റർനാഷണൽ ആർട്ടിസ്റ്റിലെല്ലാം ഇന്ത്യയിലുള്ളതാണ്. അപ്പം നമുക്കറിയാം ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് വേണം. ഇപ്പോൾ പാട്ടില്ലെങ്കിൽ പോലും നമ്മൾ തന്നെ പറയാറുണ്ട് നമുക്ക് മറ്റേ പാട്ട് പോലത്തെ ഒരു വീഡിയോ നമുക്ക് വേണം. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്ക് ഓഫ് സൈഡ് നമുക്ക് ഇതെല്ലാം ഉണ്ട്, എങ്ങനെ പോകണമെന്നുള്ളത്. അപ്പോൾ പാട്ട് വരുന്നതനുസരിച്ച് നമ്മൾ നോക്കും, ഈ പാട്ടിന് ഇങ്ങനത്തെ ഒരു വീഡിയോ പിടിച്ചാലോ, ഈ സ്റ്റൈല് പിടിച്ചാലോ, അല്ലാതെ കുറച്ചും കൂടെ നമ്മൾ നോക്കാറുണ്ട്, ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് പിടിച്ചാലോ, അങ്ങനെ പോകുന്നത്. ഓക്കെ, തിരു ഏതിലെ ഏരിയയിലാണ് കൂടുതൽ ശ്രദ്ധ നോക്കാറ്? സ്റ്റൈലിലാണോ നോക്കാറ്? ലിറിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലിറിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആക്ടിങ്, ഞാൻ ആ ഒരു ഓരോ മ്യൂസിക് വീഡിയോയിലും ഒരു പുതിയൊരു ക്യാരക്ടറായിട്ട് വരാൻ ശ്രമിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഒരു കുലസ്ത്രീയിലാണെങ്കിൽ ഒരു രാജാവാണ്, പച്ചപ്പരിഷ്കാരിലൊരു ഗൾഫ് ആൻഡപ്പനാണ്, നോൺസെൻസിലൊരു ലെക്ചറാണ് ആക്ച്വലി. അങ്ങനെ ഓരോ മ്യൂസിക് ഒരു സിനിമ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഒരു ക്യാരക്ടറിനെ ഈ തിരുമാലി എന്നുള്ളതിൽ മാറി ഓരോ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് പെർഫോം ചെയ്യാൻ ഉൾക്കൊള്ളാറുണ്ട്. ഞാൻ പറഞ്ഞ ആക്ടിങ് എന്റെ ഒരു പാഷനാണ്. സിനിമയിലേക്ക് ഒരു അവസരം വരികയാണെങ്കിൽ എന്താഗ്രഹിക്കുക? എന്തായിട്ട് സിനിമയിൽ കയറാനാണ് ആഗ്രഹം? തിരുവിന്റെ ഒരു appearance ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോമഡി റോൾസ് ചെയ്യാൻ ഇഷ്ടമാണ്. കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്. ചെയ്യാൻ അറിയാമെന്ന് എനിക്കറിയില്ല, ചെയ്ത് നോക്കിയാൽ അറിയാം. കോമഡി റോൾസ് ഇഷ്ടമാണ്. പിന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇങ്ങനെ കൺട്രോൾഡ് ആക്ടിംഗ് ഇല്ല, നാച്ചുറൽ രീതിയിലുള്ള മൈന്യൂട്ട് ആക്ടിംഗ് എന്ന് പറഞ്ഞ സംഭവം, അതെനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ എനിക്ക് അങ്ങനെ ഹീറോ ആണെന്നല്ല, എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ റോൾസിനോട് ഭയങ്കര ഇഷ്ടം. അതൊക്കെ ഉണ്ട്, ചെറിയ രീതിയിലൊക്കെ നോക്കാറുണ്ട്. ഇഷ്ടംപോലെ സമയമല്ലേ, 1-2 മണിക്കൂറിനുള്ളിൽ പാട്ടുണ്ടാക്കിയിട്ട് ബാക്കി സമയം പിന്നെ ഇതിലേക്ക് തിരിയും. കുലസ്ത്രീ നമുക്കൊന്ന് കേട്ട് കളയാം.
എനിക്ക് ചില വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുലസ്ത്രീ. I'm in love with the കുലസ്ത്രീ, ഞാൻ പ്രേമത്തിൻ മുനമ്പിൽ ഇതുവരെ എഴുതാത്തൊരു കൃതി നീ, മിഴീണ ചിമ്മാത്തൊരു ചിരി നീ. I'm in love with the കുലസ്ത്രീ, ഞാൻ പ്രേമത്തിൻ മുനമ്പിൽ ഇരുചെവിയറിയാത്തൊരു കനി നീ, ഒളിതരി മങ്ങാത്തൊരു തിരി നീ. ഒന്നായി പോകാം കണ്ണെത്താ ദൂരം താണ്ടാം, കാണാത്ത കാഴ്ചകളെല്ലാം കൈക്കുമ്പിളിൽ വാരി നിറയ്ക്കാം. നീ ഒരു വരമോ ഇനി വരിയറിയാത്തൊരപരിചിതയോ അതോ കനവിൽ മിന്നൽ തീനാളം, നിറയുമെന്നിൽ നിൻ ശ്രീരാഗം, സിരയിൽ നുരയും ഈ അനുരാഗം, അതിനു വേണം ഇനിയൊരു പരിഹാരം, അതു നീ മാത്രം, നീ മാത്രം. ഇപ്പൊ പണ്ടത്തെ കാലത്ത് നമ്മള് ഇപ്പൊ NG ശ്രീകുമാർ പാട്ട് പാടുന്നെന്ന് ലാലേട്ടൻ അല്ല പാടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സമയമെടുക്കും. അതുപോലെയാണ് അവരുടെ സൗണ്ട് ബ്ലെൻഡ് ആയിരിക്കുന്നത്. അതുപോലെ ഇപ്പോഴത്തെ മലയാളം ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ, ലൈക് തിരുവിന് സൗണ്ട് കൊടുത്ത് തിരു ആണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത്, അല്ലെങ്കിൽ അയാളായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ ആരെങ്കിലും? അങ്ങനെ ചോദിച്ചാല് എനിക്ക് തോന്നുന്നത് ഫഹദ് ഫാസിലിനൊക്കെ എന്റെ സൗണ്ട് കിട്ടിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ടോവിനോ, ഇങ്ങനെ അങ്ങനെയൊക്കെ എനിക്കറിയില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം, ഭാവിയിൽ എപ്പോഴെങ്കിലും പറ്റുമെന്ന് നോക്കാം. യു ഗൈസ് ആർ വെരി ഹംബിൾ ഓൾസോ. ഫഹദ് ഫാസിലിന് നിങ്ങൾ സൗണ്ട് കൊടുത്ത് അടിപൊളിയായിരിക്കും, നിങ്ങൾ ഇപ്പോഴും അതിനെ നന്നായിരിക്കുമല്ലേ എന്നൊക്കെ ഓരോരുത്തർ കോമഡി രീതിയിൽ പറയുന്ന അവതരിപ്പിക്കുന്ന തന്നെ ഭയങ്കര രസമുള്ള കാര്യമാണ്. സിനിമ നിങ്ങൾ ലക്ഷ്യമേ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ ബിഗിൻ ചെയ്ത സമയത്തൊന്നും ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും സിനിമയിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും, ഉള്ളിലൊരു കല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ സിനിമയിൽ എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ അവരുടെ ഒരു പാഷൻ എന്ന് പറയുന്നത്, അല്ല എയിം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെയല്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ സിനിമയിലുണ്ട്, ലൈക് സിനിമ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇൻഡസ്ട്രി, ആ പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണോ സിനിമയിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? പേഴ്സണലി എനിക്ക് ഇൻഡിപെൻഡന്റ് ആണ് ഇഷ്ടം. എന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ സെൽഫ് എക്സ്പ്രഷൻ ആണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ സെൽഫ് എക്സ്പ്രഷൻ ആണ് എന്നെ സംബന്ധിച്ച്. അതിർവരമ്പ് ഇഷ്ടമല്ല. അതിർവരമ്പ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അത് എൻജോയ് ചെയ്യാറുണ്ട് ചില സമയത്ത്. പക്ഷെ ഫിക്ഷനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം സിനിമ തന്നെ ഫിക്ഷനാണ്. അതൊരു ഡയറക്ടറുടെ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ മനസ്സിൽ നിന്ന് വന്ന ഒരു ഐഡിയ, നമ്മളതിന് ഒരു പക്ഷേ നടന് കൊടി പിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഥയ്ക്കനുസരിച്ചൊരു സാധനം എഴുതുക. അതിലൊക്കെ ഉപരി എന്നെ പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് സെൽഫ് എക്സ്പ്രഷൻ ആണ് മ്യൂസിക്. അതിൻ്റെ ഒരു ശരിയായ ഫോർമാറ്റ് അതാണ്. അതുകൊണ്ട് കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഇതാണെന്നുള്ളൂ. പക്ഷെ നല്ല സിനിമയൊക്കെ കിട്ടിയ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയാൽ ചെയ്യാറുണ്ട്. നോർമലി പാട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ ഒരു സാധാരണ പാട്ടാണെങ്കിൽ വേണമെങ്കിൽ ബനാനേ ഒരു പൂ തരാമോ എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു സോഷ്യൽ കമന്ററി പോലെയാണ് ആൾക്കാർ അതിനെ എടുക്കുന്നത്, എപ്പോഴും ഭയങ്കരമായിട്ട് ഇമോഷണലി. അപ്പം അതിൻ്റെ ഒരു പ്രഷർ അനുഭവിക്കാറുണ്ട്. എഴുതിയിട്ട് ഇത് പോരാ, ഇത് എത്തൂല, ഇത് വെട്ടിയിട്ട് പിന്നെയും തിരുത്തി അതിൻ്റെ അകത്ത് ഇമോഷൻ കൂട്ടുക, അങ്ങനത്തെയൊക്കെയുള്ള പ്രോസസ്സ് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഒരുപാട് തിരുത്തലും തിരുത്തലൊക്കെ ഉണ്ടാകാറുണ്ട്. ആളിക്കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആളിക്കയറ്റാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് റിയൽ ആണെന്ന് തോന്നുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ എഴുതുക. അല്ലാതെ അതിൻ്റെ മസാല ചേർക്കുക എന്നുള്ളത് വളരെ കുറവാണ്. കൂടുതലും ആ സബ്ജക്റ്റിന് വേണ്ടത് എന്താണോ, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഔട്ട് ഓഫ് നമ്മുടെ അറിവുകളിൽ നിന്ന് എഴുതുക. ശരിക്കും നിങ്ങളൊരു ഹിപ്പ് ഹോപ്പ് റാപ്പിംഗ് കൾച്ചർ കൊണ്ടുവരുമ്പോൾ ആർട്ടിസ്റ്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിളിപോയ ആൾക്കാരെ പോലെ നിങ്ങൾ ഇരിക്കേണ്ടവരാണ് മലയാളികളുടെ ഒരു സങ്കല്പത്തിൽ. വേറൊരു വേദനാജനകമായ സത്യമുണ്ട്. അതായത് ഇതുപോലെയുള്ള ഇന്ന് ചെറിയ പിള്ളേർ ഇത്തരം സാധനങ്ങൾ ഇൻസ്പയർഡായി എഴുതാനിരിക്കുന്നവർ അവരറിഞ്ഞോ അറിയാതെയോ ഇത്തരം അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുമ്പോഴാണ് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഒരു ഓപ്പൺനെസ് ഉണ്ടാകുന്നത് എന്നുള്ള വിചാരത്തിലേക്ക് ഭയങ്കരമായിട്ട് വലിയൊരു യങ്ങർ ജനറേഷൻ ഇതിലേക്ക് പോകുന്നുണ്ട്. ഒരു സ്വാഗ് കാണിക്കുന്നവരും അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള പിള്ളേരാണെങ്കിൽ പോലും. യു ഗൈസ് ആർ വെരി പ്രസൻറ്റ് ആൻഡ് ഐ ഡോണ്ട് ഈവൻ തിങ്ക് നിങ്ങളാർക്കും അങ്ങനെയുള്ളൊരു നിങ്ങൾ ആരും ഡ്രഗ് ഉപയോഗിക്കുന്നവരോ ഇത് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നവരോ ആയിട്ട് ഐ ഡോണ്ട് തിങ്ക് ഓർ ഫീൽ. എന്ത് മെസ്സേജ് അവർക്കൊരു മെസ്സേജ് നിങ്ങൾ പറയണം, ദാറ്റ് വിൽ മേക്ക് സെൻസ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, നോൺസെൻസ് ഇസ് വെരി റെലവൻറ്റ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മലയാളികളുടെ ഒരു സൈഡിൽ കൂടെ ഉള്ള ഒരു കുത്തഴിഞ്ഞൊരു പോക്കുണ്ട്. അതിനെയാണ് നിങ്ങൾ റെഫർ ചെയ്തിരിക്കുന്നത്. ബട്ട് അതിനെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങളത് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ നിങ്ങളുടെ കാഴ്ചപ്പാടും ഒന്ന് കേൾക്കണം. രണ്ട് ഉത്തരവുണ്ട് അതിന്. ജനറലി ഈ റാപ്പേഴ്സിനൊരു അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്, ഡ്രഗ് അബ്യൂസേഴ്സ് ആണ്. ഡ്രഗ് പ്രൊമോട്ട് ചെയ്യുന്നത് എസ്പെഷ്യലി വെസ്റ്റേൺ റാപ്പേഴ്സൊക്കെ നല്ല രീതിയിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവരെ കേൾക്കുന്ന ആൾക്കാരും അതിന് ഇൻസ്പയർഡ് ആകുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്.
അപ്പം എൻ്റെ ആദ്യത്തെ ഒരു ഇന്റൻഷൻ എന്ന് വെച്ചാൽ റാപ്പേഴ്സ് ഇങ്ങനെയല്ല, എല്ലാ റാപ്പേഴ്സും ഇങ്ങനെയല്ല. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റുകളോട് ഉണ്ടായിരിക്കാം. റാപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല എന്നൊരു ഇമേജ് പൊതു സമൂഹത്തിൽ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മുളയിൽ തന്നെ വെട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു റാപ്പ് സോങ് ആയിട്ട് തന്നെ ഞാൻ വന്നത് ഇതിനെതിരുള്ളത്. അതെന്റെ ഫസ്റ്റ് ഇന്റൻഷൻ അതായിരുന്നു. രണ്ടാമത് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ജനറേഷനിൽ ഈ കണ്ട ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ഭയങ്കര കൂടുതലാണ്. അത് ഇവർക്ക് ഇപ്പം അറിയത്തില്ല, ഒരു 5-10 വർഷം കഴിയുമ്പോഴായിരിക്കും ഇവരുടെ ബ്രെയിന് ഇത് ബാധിക്കുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് വരാൻ പോണത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ ന്യൂസിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും നമുക്ക് ഓഫ് കോഴ്സ് ഒരു വിഷമം തോന്നും. അപ്പൊ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മളെ കേൾക്കുന്നത് ഇവരാണ്, ഈ പറഞ്ഞ പുതിയ തലമുറയാണ്. അപ്പൊ നമ്മളൊരു എന്താ പറയുക, ഒരു അവയർനെസ് ക്യാമ്പയിനിലൊക്കെ ഉപരി നമ്മളൊരു പാട്ടായിട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഇവർക്ക് കണക്ട് ആവും, ഇവരുടെ പേഴ്സണൽ സ്പേസ് നമ്മൾ എത്തും. അങ്ങനെ ഒരു പ്രയോജനമുണ്ട് നമുക്ക്. നമ്മൾ ഇവരുടെ വീട്ടിൽ ഇവരുടെ റൂമിൽ എത്തും, നമ്മൾ അവരുടെ ഫോണിലൂടെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഇവരെ പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു വഴിയെന്ന് എനിക്ക് തോന്നി ഒരു പാട്ടിലൂടെ. ഇങ്ങനെ 2 ഇന്റൻഷനിലാണ് ഈ നോൺസെൻസ് ഇറക്കിയേക്കുന്നത്. താങ്ക് യു സോ മച്ച്. റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു എന്നുള്ളത്, അതിന് ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചു എന്നുള്ളത് ഒരു അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടെ ഒന്ന് അവരോട് കൃത്യമായിട്ടൊന്ന് പറയാം. ഒരു വീട്ടിലുള്ള ഒരുത്തൻ അവനൊരു ഇതുപോലുള്ള ടാലന്റ് ഉണ്ടെന്ന് വിചാരിക്കും, അവനോട് എങ്ങനെ പറയുന്നത് എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവനോട് വളരെ പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിച്ചേ. അങ്ങനെ ചോദിച്ചാല് എന്താ പറയാ, ബിക്കോസ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണല്ലോ, നിങ്ങൾ അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ഇത്രയും വൈഡ് ആയിട്ടൊരു ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റുന്നവരാണ്. അപ്പം അതിന്റെ ആവശ്യമില്ല. അവൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ ആ ഒരു സ്ട്രെങ്ത്തും അതിന്റെ ആ ഒരു ഓപ്പൺനെസ്സും എല്ലാത്തിലേക്കും അവനെ പവർ കിട്ടുന്നത് അപ്പോഴാണെന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. ഇപ്പൊ നിങ്ങളൊരു ക്രിയേറ്റീവ് മേഖലയിലോ അല്ലെങ്കിൽ ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് ഒരിക്കലും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടോ പുറത്തുനിന്നൊരു സാധനം അകത്തോട്ട് എടുത്തിട്ടല്ല. സത്യം പറഞ്ഞാൽ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് കുറയത്തേ ഉള്ളൂ. അതാണ് അതിന്റെ ശരിയായ സത്യം. നമ്മളിത് ഉപയോഗിക്കുന്നതോടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി നശിക്കുന്നു. പിന്നെ ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന പരിപാടി ഇതെല്ലാം വരും. ഏറ്റവും ബെസ്റ്റ് നമ്മളായിട്ട് തന്നെ ഇരിക്കുക, ഡ്രഗ്സിൻ്റെ ഒക്കെ പുറകെ പോകാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. Anyways, it was really nice talking to you guys. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. സമയം പോയത് അറിഞ്ഞേയില്ല. എനിക്ക് ഒരുപാട് ഇനിയും നിങ്ങളാണ് സ്കോപ്പ് ഉണ്ടാക്കിയത്, നിങ്ങൾ തന്നെ വഴിയിട്ടു, നിങ്ങൾ തന്നെ വെട്ടി, നിങ്ങൾ തന്നെ വെട്ടം കണ്ടു, ജ്യോതി കണ്ടു, അതിലേക്ക് അടുക്കുന്നു. ഇനിയും പടർന്ന് പന്തലിച്ച് ഹോളിവുഡിലുള്ള പോലത്തെ റേഞ്ചിലുള്ള പോലത്തെ സാധനങ്ങൾ ഐറ്റങ്ങളൊക്കെ മലയാളികളുടെ മുമ്പിലേക്ക് വിളമ്പാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇതുപോലെ തന്നെ ഒരു വലിയ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോട്ടെ. Thank you so much. Thank you so much.